ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷ്മാസ് എംബ്രോയ്ഡറി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്റ്റിച്ചസുകളൊന്നുമല്ല, നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫ്രഞ്ച് നോട്ടും അതുപോലെ തന്നെ നമ്മുടെ ക്യൂബ്സും വെച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ അതിലെ സ്റ്റിച്ചസുകളൊക്കെ എങ്ങനെയാണ്, ഡിസൈൻസൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അറിയിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സാരിയിൽ വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാരി. നമ്മുടെ ഫ്രഞ്ച് നോട്ട്സും അതുപോലെ തന്നെ ക്യൂബ്സും വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. നമ്മളിത് നിറച്ച് ഫ്രഞ്ച് നോട്ട് ഡബിൾ ഷെയ്ഡ് റാണി പിങ്കിൻ്റെ കോട്ടൺ ത്രെഡ്, ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡബിൾ ഷെയ്ഡ് വെച്ച് നമ്മൾ ഇതിനകത്ത് മുഴുവനായിട്ട് നോക്കി അടുപ്പിച്ചടുപ്പിച്ച് നല്ല നീറ്റായിട്ട് നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യൂബ്സാണ് നമ്മളിവിടെ ഔട്ട്ലൈനായിട്ട് കൊടുത്തേക്കുന്നത്, ക്യൂബ്സാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട്സ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു 3 ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. ആങ്കറിൻ്റെ ത്രെഡ് വെച്ചാണ്, അത് 6 സ്ട്രാൻഡ്സ് വെച്ചാണ് ചെയ്തേക്കുന്നത്. മുഴുവനും ആങ്കറിൻ്റെ ത്രെഡ് റാണി പിങ്ക് കളറാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ക്രീം സാരിയിലാണ്. ഇത് മുന്താണിയിലെ ഒരു കോർണറാണ് ഇത്. ആ ഒരു കോർണറിൽ നമ്മളൊരു 4 ഡിസൈനേ കൊടുത്തിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുന്താണിയിലെ തന്നെ നടുഭാഗത്തായിട്ട് ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതും ഫ്രഞ്ച് നോട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. സെയിം ഡിസൈൻ തന്നെ ഒരു ഫ്ലവറായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ അടുത്ത ഡിസൈൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തേക്കുന്നത് മുന്താണിയിൽ നമ്മൾ ഞൊറിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭാഗത്തായിട്ട് അവിടെ നമ്മൾ ഇച്ചിരി ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇച്ചിരി ഹെവി വർക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു ഫ്ലവർ, കുറേയേറെ ഫ്ലവറുകൾ ഇങ്ങനെ കോൺ ഷേപ്പിൽ നല്ല കുറേയേറെ ഫ്ലവറുകൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിറച്ച് നമ്മൾ ഫ്രഞ്ച് നോട്ടിനകത്ത് നിറച്ചേക്കുവാണ്. നല്ല എടുപ്പായിരിക്കും ഇത് കാണുമ്പോഴത്തേക്കിന്, നല്ല എടുത്ത് നിൽക്കും. നമ്മുടെ സാരി പോയാലും നമ്മുടെ ഈ വർക്ക് ചീത്തയാവില്ല, അതുപോലെ തന്നെ ഇരിക്കും. ഇനി അടുത്ത നമുക്ക് ഡിസൈൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റണ്ണിങ് പോർഷൻ, കണ്ടില്ലേ. ഇവിടെയായിട്ട് നമ്മളൊരു ഡിസൈൻ, അടുത്തത് നമ്മൾ ഇവിടെയായിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെ വരും. മുന്താണിയുടെ അവിടെ നിന്ന് കുറച്ച് മാറി റണ്ണിങ് പോർഷനിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഡിസൈൻ നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തും അകന്ന് നിൽക്കുന്ന ഭാഗത്തുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ചെസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തിൽ നമ്മൾ കുറച്ച് വലുതായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇങ്ങനെ കഴിച്ചിട്ടാൽ നല്ല ഭംഗിയിലിരിക്കും. ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഭാഗത്തായിട്ട് നല്ല ഹെവി ആയിട്ട് നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഞൊറിഞ്ഞെടുക്കുമ്പോഴത്തേക്കിന് വരുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു 1 2 നീളത്തിലൊരു 1 2 3 4 5 6 ഫ്ലവർ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ നീളത്തിൽ, കണ്ടില്ലേ. ഇത്രയുമാണ് നമ്മൾ ഡിസൈൻ കൊടുത്തേക്കുന്നത്. നമ്മൾ കാലിൻ്റെ ഭാഗത്തായിട്ടൊന്നും നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടില്ല. നമ്മൾ ഈ സാരിയിൽ ഇത്രയും ഡിസൈൻസേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളത് ഉടുത്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു ലുക്കെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു, നമ്മൾ സാരി ഉടുത്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു ലുക്ക്, കണ്ടില്ലേ. ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും, നമ്മുടെ ചെസ്റ്റിനോട് ചേർന്ന ഭാഗത്ത് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതായിരിക്കും. നമുക്ക് ഞൊറിഞ്ഞുടുത്താൽ നമ്മൾ ഞൊറിഞ്ഞിങ്ങനെ ഉടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന ഡിസൈൻ നമുക്ക് ഇങ്ങനെ വരും, കണ്ടില്ലേ. ഇങ്ങനെ വരും. നല്ല ഒരു ഭംഗിയായിരിക്കും, നമുക്ക് നല്ലൊരു ഇടുപ്പായിരിക്കും
നമ്മുടെ ഈ സാരി ഇങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ നല്ല ഭംഗിയിലിരിക്കും. നമുക്ക് വേണമെങ്കിൽ സെയിം കളറിലെ 2x2 ബ്ലൗസ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഗോൾഡൻ കളറിലെ ബ്ലൗസ് വേണമെങ്കിൽ ഇടാം. അതുപോലെ തന്നെ നമുക്ക് ഈ റാണി പിങ്ക് കളറിലെ ബ്ലൗസ് ഇടാം. അതിൻ്റെ ഷെയ്ഡില്ലേ, അപ്പോൾ അതിൻ്റെ പല ഷെയ്ഡിൽ ലൈറ്റും ഡാർക്കും ഒക്കെ ആയിട്ടുള്ള ബ്ലൗസ് ഇടാം. ഇച്ചിരി ഹെവി ആയിട്ടുള്ള വർക്ക് ഇടാം. അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മൾ ഈ ടിഷ്യൂവിൻ്റെ പോലത്തെയൊക്കെ ബ്ലൗസ് പീസില്ലേ, അത് മേടിച്ച് അത് ഇടാം. 2x20 ആയിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ബനിയൻ ടൈപ്പിലെ ബ്ലൗസസ് ഇടാം. അതുപോലെ അതൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ കൂടെ ഇട്ടാൽ. കണ്ടില്ലേ, ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ആ ഹെവി ആയിട്ട് വരുന്ന വർക്ക് നമ്മൾ ഞൊറിഞ്ഞെടുക്കുന്നതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഇങ്ങനെ കിടക്കും, നല്ല രസമായിട്ട്. കണ്ടില്ലേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കാലിൻ്റെ അവിടെ ഒന്നും ഡിസൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. ഇവിടെ മാത്രമേ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്ത സാരി കണ്ടിട്ട് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വർക്ക് ചെയ്ത സാരീസൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതിയായിരിക്കും. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് തരുന്നതെന്നായിരിക്കും. നമ്മൾ ഓൺലൈനായിട്ട് മാത്രമേ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഷോപ്പിലോട്ട് നമ്മൾ ആരെയും വരുത്തുന്നില്ല. നമ്മൾ ഓൺലൈനിലായിട്ടാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതിയായിരിക്കും. കോൺടാക്റ്റ് നമ്പർ വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ സ്റ്റിച്ചസായിട്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്തൊരു സാരിയായിട്ടോ ഒക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ബൈ.